ചെങ്ങന്നൂരിൽ UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന DCC പ്രസിഡന്റ് ബാബു പ്രസാദിനെതിരെ AICCക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവ് ലിജോ ഈരയിലാണ് രേഖാമൂലം പരാതി നൽകിയത്. ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി നൽകിയ ആളുടെ ബന്ധുവാണ് ബാബു പ്രസാദ് എന്നും സ്ഥാനാർത്ഥിയാക്കിയാൽ ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിക്കില്ലെന്നും പരാതിയിൽ പറഞ്ഞു. അശ്വിൻ ബാല ആലപ്പുഴ ജില്ലയിലെ UDFന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ നേതൃത്വത്തിൽ നിന്നൊരാൾ പരാതിയുമായി ഉയർന്ന നേതൃത്വത്തിലേക്ക് AICCയിലേക്ക് പോകുന്നു. എന്താണ് പരാതിയുടെ ഉള്ളടക്കം? സുഹേൽ, ആദ്യഘട്ടത്തിൽ അമ്പലപ്പുഴയിൽ മാത്രമാണ് UDFൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് ചെങ്ങന്നൂരിലെ പരാതിയാണ്. ചെങ്ങന്നൂരിൽ നിലവിൽ UDF പരിഗണിക്കുന്നത് DCC പ്രസിഡന്റ് കൂടിയായ ബാബു പ്രസാദിനെയാണ്. ബാബു പ്രസാദിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ പരാതി AICC നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ദീപാദാസ് മുൻഷിക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും അടക്കം ഈ പരാതിയുടെ പകർപ്പ് അയച്ചിട്ടുമുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് മല്ലേലി ശ്രീധരൻ നായരുടെ പരാതിയെക്കുറിച്ചാണ്. സോളാർ സമരം കത്തുനിന്ന കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ മല്ലേലി ശ്രീധരൻ നായർ ഒരു പരാതി നൽകിയിരുന്നു. അത് വ്യാജ പരാതിയാണ് എന്ന് പിന്നീട് ആരോപണം വരികയും ചെയ്തു. ഈ മല്ലേലി ശ്രീധരൻ നായരുടെ ബന്ധുവാണ് DCC പ്രസിഡന്റ് ബാബു പ്രസാദ് എന്നുള്ളതാണ് പരാതിയിൽ ആരോപണം. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരുടെ വോട്ടുകൾ ബാബു പ്രസാദിന് സമാഹരിക്കാൻ കഴിയില്ല. അതിലൂടെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സമൂഹ വോട്ടുകളും UDFന് കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ചെങ്ങന്നൂറുകാരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യമാണ് ഈ AICCക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ ബാബു പ്രസാദിന് ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ബിനു ചുള്ളിയിൽ കൂടി പരിഗണനയിലുണ്ട്. സ്ഥാനാർത്ഥി പരിഗണനയിൽ ബിനു ചുള്ളിനെ പരിഗണിക്കില്ല എന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബാബു പ്രസാദിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ പരാതി നൽകിയിരിക്കുന്നത്. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.